കൊത്ത് കൊത്ത് കൊളുത്തിന്റെ കഴുത്തി കേറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതോ ഒരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. എന്നാ എര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസു. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി എര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം. ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി ഡേ. സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്. ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ രണ്ട് ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ട്. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെയല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത്. ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരും കഴുത്തുമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ വർക്കില്ല കേട്ടോ. അവൻ ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അവന്റെ കൈ പിടിച്ചോടിച്ചു. വൃത്തിയിട്ടവനെ, അവൻ നമ്മളെ അറിയിപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയ? രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കോളാം. തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറസ് കൂടി വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിഴക്കസ് കൂടി വന്നാൽ? എങ്കിൽ വളരെ സൗകര്യമായി. അവൻ നേരെ കിണറിനകത്ത് വീണോളും. അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം? അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കന്റെ പ്രേമദാസൻ. പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോം ഹരിഹോം. ഓക്കെ, അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. ഇതിലേത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി?
ഒരു നിലവിളി കേട്ടത്? അയ്യോ ഇതാരായി കിടക്കണേ? എന്താ എന്റെ പറശ്ശിനി കിടവ് മുത്തപ്പ, ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പള്ളി, ഇതാരാണെന്ന് നോക്കുക. ഞാനോ മറ്റുള്ള തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. എന്റെ സമയം ലേശം മോശം. ഒന്ന് നോക്കുന്നേ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ അങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. മമ്പള്ളി, ഓ, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. ഉവ്വ, ഉവ്വ. സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിൽ ഇട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു തന്നത്? അറിയില്ല എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല. ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ ഉണ്ണികൃഷ്ണ. എവിടെ, എവിടെ? അയ്യോ. അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റ് ആയി തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കുന്നത് നന്നായി. പോയില്ലയോ? എന്താ ഈശ്വര, എന്ത്? പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയൊക്കെ ആയിട്ട് നീണ്ടു നിവർന്ന് കിടക്കയില്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി എന്നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞി തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ. നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ അയ്യോ, ഓടിക്കോ, തന്നെ മാറ്. അയ്യോ, ഇവിടെ എടാ, ഇത് പ്രേതമല്ല, കരയുടെ വണ്ട. ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രേതം പറഞ്ഞ എന്നെ കൊന്നേ. അയ്യോ, ഇവനാടാ കോലം കണ്ടോടാൻ അവനെ കണ്ടോടാ നിന്റെ അച്ഛൻ. ഇത് ഇവിടെ കൊണ്ടുവരണം. കാണിക്കൊരു ചവിട്ടോട്ടിണ്ടേ. സ്വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ. മനപ്പാടം പഠിച്ചതൊക്കെ ഓർക്കയായിരിക്കുവേ. മനപ്പാടം പഠിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് പരമാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ സിദ്ധിപാഠങ്ങളൊക്കെ മനനം ചെയ്ത ആത്മതപോവന സീമന്ത രേഖയിൽ ബുൽബുദ്ധ ബിന്ദുവായി അലിഞ്ഞു ചേരുന്ന ഒരു സ്വാമി. പൗർണമാസ്യാം പരിണയോ മുക്തിചൂടാംശം മധ്യമാം. പൗർണമി മധ്യമമായതുകൊണ്ട് പരിണയത്തിന് ദോഷമൊന്നുമില്ലല്ലോ. മേടം, ഇടവം, ചിങ്ങം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്നീ സർവപാദങ്ങളും വർജ്യം. മറ്റൊരു മുഹൂർത്തം അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. പുരുഷ ജാതകത്തിന്റെ ജന്മാഷ്ടമ രാശി ദോഷമാണല്ലോ കാണിക്കുന്നത്. ആർക്കാണാവോ ദോഷം? തറവാടിനും ബന്ധുമിത്രാദികൾ സർവർക്കും, പ്രത്യേകിച്ച് മുത്തശ്ശന്. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പരികർമ്മി, സ്വാമി തീർത്ഥജലം തരൂ. ഹരിഹോം ശിവഹോം. അമ്മേ. ഹരിഹോം ശിവഹോം. ഓം മമ്മദസ്സ മമ്മദസ്സ നന്നേയും ടാങ്കോര മമ്മദസ്സ എവിടേക്കുന്നാലേ പോ മമ്മദസ്സ മമ്മദസ്സ. ഇതെന്ത് ഭാഷയാ? സംസ്കൃതമല്ല. ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരുകർമ്മ കൃമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. മനസ്സ് സിദ്ധ ഗുരുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഈ ഭാഷയിലാണ് സംസാരിക്കാറ്. കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓ. അതെ. ഗുരുദേവ് നമ. നമോ നമ. ഈ ജാതകമുള്ള പുരുഷനെ എത്രയും വേഗം ഈ തറവാടിയിൽ നിന്ന് അടിച്ചോടിക്കല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ലെന്നാ ഇദ്ദേഹം ഉരുളിയത്, അരുളിയത്. അത്രയും തൽക്കാലം വേണ്ട. പരികർമ്മി അർത്ഥം വ്യാഖ്യാനിച്ചത് അല്പം കടന്നുപോയി. ക്ഷമിക്കണം, ഭാഷാർത്ഥം പ്രയോഗിക്കാൻ സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തില് അങ്ങനെ ഇങ്ങനെ. അത്രയ്ക്ക് ആവേശം വേണ്ട. പെട്ടെന്നുള്ള പുറത്താക്കൽ കൊണ്ട് ജാതകകാരൻ ചിലപ്പോ വയലന്റ് ആകും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മയത്തിൽ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലെങ്കിൽ ആ കാർഗോടകന്റെ സ്വഭാവത്തിന് ചാടിക്കേറി വല്ല അതിക്രമം കാണിച്ച സർവ്വ കള്ളങ്ങളും പൊളിയും. കള്ളങ്ങളോ? സർവ്വ ബന്ധങ്ങളും. അത് ശരിയാ. എന്തായാലും തൽക്കാലം അവനിവിടെ നിന്നോട്ടെ. സാവധാനം ഒഴിവാക്കാം. അല്ലേ സ്വാമി? അതെ, തന്ത്രത്തിൽ അയാളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദേവി ശരണം ശരണം. ആതിരയ്ക്ക് ജാതക പൊരുത്തം ഒത്ത ഒരാൾ എത്തുമ്പോ
നാം പറയാം. ഓ എല്ലാം അവിടുത്തെ ഇഷ്ടം. ഉം. എന്നാ ഞങ്ങള് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മാമ്പള്ളി വരുന്നില്ലേ? ഓ ദാ എത്തി സ്വാമി. എടോ ഇയാൾ ഇത് ഏത് ഭാഷയാ പറഞ്ഞേ? അത് പഴയൊരു തമിഴ് പാട്ടിന്റെ വരികൾ തിരിച്ചിട്ടതാ. മമ്മദസ മമ്മദസ സമ്മതമാ ഓ സമ്മതമാ സമ്മതമാ നാനുങ്ക കൂടെ വരാൻ സമ്മതമാ. നിർത്തണ, കളി ഓവറാവരുത്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് അവൻ ഡാൻസും കുത്തും.